അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ അതിമഹത്തായ ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രാവർത്തികമാക്കേണ്ട, ഓരോരുത്തരും പഠിച്ചു വെക്കേണ്ട ചെറിയ ഒരു ദിക്ർ നമ്മുടെ ദുആകൾ നിർവഹിക്കുന്ന സമയത്ത്, ദുആ നടത്തുന്ന സമയത്ത്, അല്ലാഹുവിനോട് വല്ല കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലി ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അവന്റെ ആ ചോദ്യത്തിന് അല്ലാഹു തആല പെട്ടെന്നായി അവൻ ആഗ്രഹിക്കുന്ന ആ കാര്യം എന്താണ്, അദ്ദേഹം ആ ദുആയിൽ ഉൾക്കൊള്ളിക്കുന്നത്, പ്രധാനമായി അവന്റെ ലക്ഷ്യം എന്താണ്, അത് അദ്ദേഹത്തിന് അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുമെന്ന് മുത്തായ തങ്ങൾ പഠിപ്പിച്ച അതിമഹത്തായ ഒരു ദിക്റാണ് പറയാൻ പോകുന്ന ദിക്ർ. ഈ ദിക്ർ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ മത്സ്യവയറ്റിൽ വെച്ച് പെടുകയും അവിടെ വെച്ച് മഹാനവറുകൾ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചൊല്ലിയ അതിമഹത്തായ ഒരു ദിക്റാണ് ഈ ദിക്ർ. ഈ ദിക്ർ ചൊല്ലിയ കാരണത്താൽ മഹാനവറുകൾ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. തങ്ങൾ പറയുന്നു, ഫഇന്നഹു ലം യദഉ ബിഹാ റജുലൻ മുസ്ലിമൻ ഫീ ഷൈഇൻ ഖത്തു ഇസ്തജാബ അല്ലാഹു ലഹു. ഒരാൾ ഒരു വിഷയത്തിന് വേണ്ടി ചോദിക്കുന്നതിന് മുമ്പ് ഈ ഒരു ദിക്ർ ചൊല്ലി അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അവന് ആ ചോദ്യത്തിന് അല്ലാഹു തആല ഉത്തരം കൊടുക്കും. അവൻ ചോദിച്ചത് അല്ലാഹു തആല കൊടുത്തിരിക്കുമെന്ന് ഹബീബായ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരാം. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമുക്ക് എന്ത് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും ഈ ഒരു ദിക്ർ ഒരു 3 തവണ ചൊല്ലി അല്ലെങ്കിൽ ഒരു 11 തവണ ചൊല്ലി അല്ലാഹുവിനോട് ചോദിക്കാം. അല്ലാഹു ആ ദുആക്ക്, ആ ചോദിക്കുന്ന ചോദ്യത്തിന് അല്ലാഹു തആല ഉത്തരം കൊടുത്തിരിക്കുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു ദിക്ർ ചൊല്ലി പ്രാർത്ഥിക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.